റിസ്ക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത നിക്ഷേപകർക്ക് യോജിച്ച ഡെറ്റ് ഫണ്ട് എന്ന നിക്ഷേപ പദ്ധതിയെപ്പറ്റിയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിൻ്റെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ തിരഞ്ഞെടുക്കുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അത് മോശമായ കാര്യമൊന്നുമല്ല. കാരണം ഏത് വ്യക്തിയായാലും സ്വന്തം മൂലധനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവർ ഇക്വിറ്റി ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനോട് വിമുഖത കാണിക്കാറുണ്ട്. ഇതിന് പ്രധാന കാരണം ഇക്വിറ്റി ഫണ്ടുകളിലൂടെ സമാഹരിക്കുന്ന പണം ഓഹരി വിപണിയിലാണ് നിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഓഹരി വിപണി എപ്പോഴും കയറ്റിറക്കങ്ങളുടേതാണ്. അത് പ്രവചനാതീതമാണ്. ആ പ്രകടനം പ്രവചനാതീതമായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വരുമാനത്തെ സംബന്ധിച്ചും കൃത്യമായൊരു കാര്യം പറയാൻ നിർവാഹമില്ല. അതിനാൽ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ എപ്പോഴും കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും വരുമാനം ലഭിക്കും എന്ന് ഉറപ്പുള്ള പദ്ധതിയാണ് ഡെറ്റ് ഫണ്ടുകൾ. ഈ ഡെറ്റ് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടുന്ന ഒരു വകഭേദം തന്നെയാണ് ഈ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഡെറ്റ് ഫണ്ടുകൾക്കുള്ള പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടുകളേക്കാൾ സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല വരുമാനത്തിൻ്റെ കൃത്യതയാണ്. അത് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ വരുമാനം ലഭിക്കും എന്നുള്ളതാണ് ഒരു നേട്ടം. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് പല കാലയളവിലേക്കുള്ള പദ്ധതികൾ ലഭ്യമാണ് എന്നതാണ്. അതായത് ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം എന്നിങ്ങനെ വിവിധ കാലയളവിലേക്കുള്ള ഡെറ്റ് ഫണ്ടുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇതിനൊക്കെ പുറമെ വെറൈറ്റി ഓഫ് സ്കീംസ്, അതായത് ഡെറ്റ് ഫണ്ടുകൾ പലതരത്തിലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളത് വളരെ ആശ്വാസപ്രദമാണ്. ഡെറ്റ് ഫണ്ടുകൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന തുക അത് ഗവൺമെൻറ് സെക്യൂരിറ്റികളിലും അതുപോലെ തന്നെ കമ്പനി ഡെപ്പോസിറ്റുകളിലും ട്രഷറി ബില്ലുകളിലുമൊക്കെ പുനർനിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുനർനിക്ഷേപിക്കുന്നതിലൂടെ അവയ്ക്ക് ലഭിക്കുന്ന പലിശ വരുമാനം അത് ഈ ഫണ്ടിൽ ചേർന്നിട്ടുള്ള നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിന് ആനുപാതികമായി വിതരണം ചെയ്യുന്നു. ഇതിനു പുറമെ ചില ഫണ്ടുകൾ ഇങ്ങനെ സമാഹരിക്കുന്ന തുക കമ്പനികൾക്കോ അതല്ലെങ്കിൽ സർക്കാരിന് തന്നെയോ വായ്പയായി നൽകാറുണ്ട്. ഇങ്ങനെ വായ്പയായി നൽകുമ്പോഴും ഈ ഫണ്ടുകൾക്ക് പലിശ വരുമാനം ലഭിക്കും. ഈ പലിശ വരുമാനവും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ വിതരണം ചെയ്യുന്നു. ഇനി വിവിധ തരത്തിലുള്ള ഡെറ്റ് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പരിഗണന നൽകുന്നത് ലിക്വിഡ് ഫണ്ടുകൾക്കാണ്. കാരണം വളരെ കുറഞ്ഞ കാലാവധി മാത്രമാണ് ലിക്വിഡ് ഫണ്ടുകൾക്ക് ഉള്ളത്. അതായത് വെറും 91 ദിവസം വരെയുള്ള കാലയളവിലേക്കാണ് പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന പദ്ധതിയാണ് ലിക്വിഡ് ഫണ്ടുകൾ. മണി മാർക്കറ്റ് ഫണ്ടുകളാണ് മറ്റൊന്ന്. ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ബാങ്കുകളും അതുപോലെ തന്നെ വൻകിട ധനസ്ഥാപനങ്ങളുമൊക്കെ പണത്തിൻ്റെ കൊടുക്ക വാങ്ങലുകൾക്ക് ആശ്രയിക്കുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഈ മണി മാർക്കറ്റിലാണ് മണി മാർക്കറ്റ് ഫണ്ടുകൾ നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം നിക്ഷേപിക്കുന്നത്. പിന്നെ ഓവർനൈറ്റ് ഫണ്ടുകളാണ്. അത് വളരെ ഹ്രസ്വമായ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മെച്ചുറാകുന്ന പാകമാകുന്ന കാലാവധി എത്തുന്ന അത്തരം സെക്യൂരിറ്റികളിലാണ് ഈ ഓവർനൈറ്റ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. ഓവർനൈറ്റ് ഫണ്ടുകൾക്ക് അത് കാരണം അല്പം കൂടി താരതമ്യേന അല്പം കൂടി മെച്ചപ്പെട്ട പലിശ വരുമാനം ലഭിക്കുന്നു. ഇത് നിക്ഷേപകർക്ക് വിതരണം ചെയ്യുന്നു. മറ്റൊന്ന് അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകളാണ്. അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകൾ എന്ന് പറയുന്നത് 3 മാസം മുതൽ 6 മാസം വരെ കാലാവധിയുള്ള ഫണ്ടുകളാണ്. അല്ലെങ്കിൽ അത്രയും നാളത്തെ കാലയളവിലേക്കാണ് പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് ആശ്രയിക്കാവുന്ന പദ്ധതിയാണ് ഈ അൾട്രാ ഷോർട്ട് ടൈം ഫണ്ട് എന്ന് പറയുന്നത്. പിന്നൊന്ന് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളാണ്. 6 മുതൽ 12 മാസം വരെയുള്ള കാലയളവിലേക്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന പദ്ധതിയാണ് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകൾ. മറ്റൊന്ന് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലയളവിലേക്ക് ആണ് നിക്ഷേപം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന പദ്ധതിയാണ് ഷോർട്ട് ടൈം ഡ്യൂറേഷൻ ഫണ്ടുകൾ. മീഡിയം ടൈം ഡ്യൂറേഷൻ ഫണ്ടുകൾ എന്നൊരു വിഭാഗവുമുണ്ട്. അതായത് 3 മുതൽ 4 വരെ വർഷത്തേക്കാണ്
നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കീമാണ് ഈ മീഡിയം ടേം ഡ്യൂറേഷൻ ഫണ്ടുകൾ. ഇനി ഇതിനൊക്കെ പുറമെ മീഡിയം ടു ലോങ് ടേം ഡ്യൂറേഷൻ ഫണ്ടുകളുണ്ട്. അതായത് സാമാന്യ ദീർഘമായ കാലയളവിലേക്ക് 4 മുതൽ 7 വർഷം വരെയുള്ള കാലയളവിലേക്കാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് മീഡിയം ടു ലോങ് ടേം ഡ്യൂറേഷൻ ഫണ്ടുകൾ സ്വീകരിക്കാം. മറ്റൊന്ന് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളാണ്. അതും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ നീണ്ട കാലയളവിലേക്കുള്ള ഒരു ഫണ്ടാണ്. അതായത് 7 വർഷത്തിൽ കൂടുതലുള്ള കാലയളവിലേക്കാണ് ഒരു നിക്ഷേപകൻ പണം മുടക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്ക് തിരഞ്ഞെടുക്കാവുന്ന പദ്ധതി ഈ ലോങ് ഡ്യൂറേഷൻ ഫണ്ടായിരിക്കും. എടുത്തു പറയാവുന്ന മറ്റൊരു ഫണ്ട് ഗിൽറ്റ് ഫണ്ടുകളാണ്. ഗിൽറ്റ് ഫണ്ടുകൾ ചെയ്യുന്നത് നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം അവ ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ള സെക്യൂരിറ്റികളിലോ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് മൂലം ഇവയ്ക്ക് ഉറപ്പായിട്ടുള്ള പലിശ വരുമാനം ലഭിക്കുകയും പകരം നിക്ഷേപകർക്ക് ഉറപ്പുള്ള വരുമാനം നൽകാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗിൽറ്റ് ഫണ്ടുകൾ 100% സുരക്ഷിതമാണ് എന്നതാണ്. 100% സുരക്ഷിതമായതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്തവർക്ക് ഈ പദ്ധതി ഉപകരിക്കും. ഇനി ഈ ഡെറ്റ് ഫണ്ടുകളുടെ ആകർഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡെറ്റ് ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെറ്റ് ഫണ്ടുകളുടെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നവർ പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരാണ്. പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാർ എന്ന് പറയുന്നത് മികച്ച യോഗ്യതയുള്ള, അതുപോലെ തന്നെ നല്ല പരിചയസമ്പത്തുള്ള, മ്യൂച്വൽ ഫണ്ട് മേഖലയുടെ സകല നട്ടും ബോൾട്ടും അറിയാവുന്ന വിദഗ്ധരാണ്. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരാണ് നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ അതിൻ്റെ ആശ്വാസം സ്വാഭാവികമായും നിക്ഷേപകർക്കുണ്ടാവും. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കീമുകളുടെ വെറൈറ്റിയാണ്. ഇങ്ങനെ സ്കീമുകൾ വൈവിധ്യം പുലർത്തുന്നതിനാൽ ഏത് തരത്തിൽപ്പെട്ട നിക്ഷേപകനും അല്ലെങ്കിൽ ഏത് വരുമാന ഗണത്തിൽപ്പെട്ട നിക്ഷേപകനും അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും യോജിച്ച, അയാളുടെ ആഗ്രഹങ്ങളുമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന സ്കീം തിരഞ്ഞെടുക്കാം. മറ്റൊന്ന്, വിവിധ കാലയളവുകൾ ലഭ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഹ്രസ്വമായ കാലയളവ് മുതൽ സുദീർഘമായ കാലയളവിലേക്കുള്ള പദ്ധതികൾ ലഭിക്കുന്നു എന്നത് വലിയ നേട്ടം തന്നെയാണ്. ഈ സ്കീമുകളെല്ലാം തന്നെ നഷ്ടസാധ്യത തീരെ കുറഞ്ഞതാണ് എന്നതാണ് മറ്റൊരു ആകർഷണം. ഇതിനൊക്കെ പുറമെ ഏത് സമയത്ത് വേണമെങ്കിലും ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകന് അയാളുടെ കൈവശമുള്ള യൂണിറ്റുകൾ പണമാക്കി മാറ്റാൻ സാധിക്കും. ഹൈ ലിക്വിഡിറ്റി, അതായത് എത്ര പെട്ടെന്ന് പണം ലഭിക്കുമോ അത്ര പെട്ടെന്ന് പണം ലഭിക്കും. പരമാവധി 1-2 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ കൈവശമുള്ള യൂണിറ്റ് റിഡീം ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിഡംഷൻ ഇത്ര വേഗത്തിലായതുകൊണ്ട് പണം ലഭ്യത വേഗത്തിലാകുന്നു. ഏറ്റവും അവസാനമായി പറയാനുള്ള ആകർഷണം എന്ന് പറയുന്നത് കാലാവധി എത്തുന്നതിന് മുമ്പ് തന്നെ പണം പിൻവലിക്കാമെന്നതാണ്. ഈ സൗകര്യം ലഭിക്കുമെങ്കിലും ചില ഫണ്ടുകളെങ്കിലും അതിന് ചെറിയൊരു എക്സിറ്റ് കോസ്റ്റ് എന്ന നിലയിൽ ചെറിയൊരു തുക, വളരെ നിസ്സാരമായ തുകയാണ് അത് ഈടാക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഡെറ്റ് ഫണ്ടിൽ ചേരേണ്ടത് എന്ന് നോക്കാം. ഡെറ്റ് ഫണ്ടിൽ ചേരാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ബ്രോക്കിംഗ് കമ്പനികൾ മുഖേനയാണ്. ബ്രോക്കിംഗ് കമ്പനികളെ സമീപിച്ചാൽ ഡെറ്റ് ഫണ്ടിൽ ചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. അതല്ലെങ്കിൽ വിവിധ ബാങ്കുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഡെറ്റ് ഫണ്ടുകളിൽ ചേരാം. ഇനിയും അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആപ്പുകൾ ലഭ്യമാണ്. ഈ ആപ്പുകളിലൂടെയും ഡെറ്റ് ഫണ്ടിൻ്റെ വരിക്കാരായി മാറാൻ സാധിക്കും. ഇക്കാര്യങ്ങളൊക്കെ മനസ്സ് വച്ചാൽ പോലും ജാഗ്രത വേണ്ട ചില കാര്യങ്ങളെങ്കിലും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് വ്യക്തിയാണോ ഈ ഫണ്ടിൽ ചേരുന്നത് അയാളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ഒരു കാലയളവായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവരവർക്ക് യോജിച്ച സ്കീം കാലയളവ് തിരഞ്ഞെടുക്കണം, അവരവർക്ക് യോജിച്ച സ്കീം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചേരുന്ന ഫണ്ടിൻ്റെ
മുൻകാല പ്രകടനം അത് എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്താൻ ശ്രമം നടത്തണം. അങ്ങനെ വിലയിരുത്തുന്നത് ഈ ഫണ്ടിൻ്റെ പ്രവർത്തനം സുഗമമായിട്ടാണോ നടന്നു വന്നിരുന്നത് എന്നറിയാൻ മനസ്സിലാക്കും. പാസ്റ്റ് പെർഫോമൻസ് ഒരു ഗ്യാരണ്ടി അല്ല എന്ന് മ്യൂച്വൽ ഫണ്ടുകൾ അവയുടെ പരസ്യങ്ങളിൽ വ്യക്തമാക്കാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു മുൻകാല പ്രകടനം വിലയിരുത്തുന്നത് അഭികാമ്യമായിരിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഏത് വരുമാനത്തെയും പോലെ ഡെറ്റ് ഫണ്ടിൽ നിന്നുള്ള വരുമാനവും നികുതി വിധേയമാണ് എന്ന കാര്യമാണ്. അതായത് 3 വർഷത്തിൽ താഴെയുള്ള ഏത് നേട്ടത്തിനും, അത് ഡെറ്റ് ഫണ്ടിൽ നിന്നുള്ള ഏത് നേട്ടത്തിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, അതായത് ഹ്രസ്വകാലത്തെ മൂലധന നേട്ടത്തിനുള്ള നികുതി അത് നൽകേണ്ടി വരും. അതേസമയം 3 വർഷത്തിന് ശേഷമുള്ള നേട്ടത്തിനൊക്കെ നൽകേണ്ടത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്.